സെറ്റ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല റെസ്റ്റിലായിരിക്കും. പിന്നെ നമുക്ക് ക്രിസ്മസിന് നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ഞാൻ പറയാം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ക്രിസ്മസിന് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. എന്തായാലും ന്യൂ ഇയറിന് നമുക്കൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ 2-3 ദിവസം ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മുടെ പുതിയ വീട്ടിൽ ഇതൊക്കെ ഉണങ്ങി കേട്ടോ, നല്ല വൃത്തിയായി സെറ്റായി. പിന്നെ 2-3 ദിവസമായല്ലോ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ വിരുന്നുകാരനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടെല്ലാം ഒന്ന് സെറ്റാക്കണം. ഞാനപ്പോഴത്തേക്ക് ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് സെറ്റാവുകയാണ്. പിന്നെ നമ്മുടെ സൽമ അപ്പുറത്തുണ്ട്, സൽമനെ വിളിച്ചിട്ട് വരണം. ഇവിടെ നിറച്ച് ഒച്ചയും ബഹളം കണ്ടില്ല. ഒച്ചയും ബഹളം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൽമനെ വണ്ടി നിർത്തിയില്ല, ഒരു ഗ്രൗണ്ട് സൽമൻ്റെ വണ്ടി നിർത്തിയെടുത്ത് നിറച്ച് വണ്ടികളാട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഒക്കെ ലീവ് ടൈം ആയതുകൊണ്ട് എല്ലാവരും വണ്ടി കൊണ്ടത് അവിടെ നിർത്തി. ഫുള്ള് ഈ മലയുടെ ചുറ്റിനും ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റും. ഇവിടെ എന്തായാലും ഉണ്ടാവില്ല, ഈ ഭാഗത്തും ഉണ്ടാവില്ല, ഇത് കാടാണ്. അങ്ങോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ആരോ ഉണ്ട് എന്ന് പറയരുത് കേട്ടാ. അത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, സൗണ്ട് കേൾക്കുന്നുണ്ടാവും, ചിലപ്പോൾ അവിടെ നിന്നൊക്കെ വർത്താനം കേൾക്കും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങാം അല്ലേ. ഇവിടെയൊക്കെ നിറച്ച ആൾക്കാർ. ഹലോ, അടിപൊളി സെറ്റപ്പ് ആട്ടാ. വാ വാ, വീടന്നെ താഴ്ന്ന് കൂക്കിയിരുന്നാ? താഴ്ന്ന് കൂക്കിയോ? എത്ര ഒച്ച ഉണ്ടാക്കി. ശരി. ഇവിടെ വിസിലടിച്ച് പണിക്കാരാന്ന് വിളിച്ച്. എന്നാ വാ വാ വാ. കൊറേ നേരം കൂവില്ലേ താഴെ? താഴെ കൊറേ നേരം നിന്നാ? പിന്നെ എത്ര നേരം. ശരി. ഞാന് അവിടുന്ന് എത്ര നേരമായി കൂക്കി വിളിക്കുന്ന അറിയാം. ഈ മലന്റെ മേലെ ഒരുപാട് ആളിങ്ങനെ കൂക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അതിന്റെ കൂക്കിയാന്ന് വിചാരിച്ചിട്ട്? അവിടെ നിറച്ച ആൾക്കാരാ. അവിടുന്ന് ഭയങ്കര കൂക്കി വിളി. അപ്പൊ ഞാനും അതിന്റെ അടുക്ക് കൂക്കി വിളിച്ചപ്പോ നിങ്ങൾ കേട്ടില്ല. അല്ല, സൗണ്ട് താഴ്ന്ന് കേൾക്കുന്നുണ്ട്. അത് നിങ്ങളാണെന്നുള്ള അറിയില്ലല്ലോ. അതെ, ഞാൻ ഒരുപാട് ഞാൻ ഫോണ് ഫ്ലൈറ്റ് മോഡ് ആക്കി വെച്ചിരിക്കുക. അത് ഞാൻ എത്ര നേരമായി കോൾ ചെയ്യുന്ന അറിയാം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഓണാണ്. ഹലോ. പിന്നെ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു നമ്മളെ വീട് കാണാനും ഇന്ന് നമുക്കൊരു അതിഥി വരുന്നുണ്ട്. ഇതാണ് നമ്മളെ അതിഥി. അതിഥി 3-4 ദിവസം കൊണ്ട് വയനാട്ടിലുണ്ട്. പിന്നെ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് പോകണ്ടായിരുന്നു. അപ്പോ പിന്നെ ഞാൻ ഇന്ന് പോകേണ്ട പരിപാടിയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചൊന്ന് വെറുതെ ഒന്ന് ഫോണ് ഡയൽ ചെയ്ത് നോക്കിയപ്പോ അടിഞ്ഞു. അങ്ങനെ കിട്ടിയതാണ്, അല്ലെങ്കിൽ ആളൊന്ന് മിസ്സായ നമുക്ക് കിട്ടൂലായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിന്ന് ഇവിടെ സെറ്റ്. ഓക്കെ അല്ലേ? വൺ സംഭവമാണല്ലോ, ബ്രാൻഡ് സംഭവം. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ? പിന്നെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടേ ഉള്ളൂ, അപ്ലോഡ് ചെയ്തിട്ടില്ല. അയ്യോ, ബമ്പ സംഭവം. അകത്ത് നോക്ക്, നമ്മുടെ വീടിനകത്തോട്ട് കേറ്. കേറ്. ഇതിനകത്ത് കേറാൻ പറ്റുമോ? പിന്നെ അതെന്തൊരു ചോദ്യാ സാറേ. ചെറിയ ഡോറ. ഇല്ലല്ല, കേറ്. ചെറിയ കളിവീട് മാതിരി. ഇല്ലല്ല, കേറ്. സെറ്റപ്പ് സംഭവം. ഇതൊക്കെ ഉണങ്ങി, മണ്ണൊക്കെ ഉണങ്ങി. നല്ല തണുപ്പുണ്ടല്ലേ? അതാ, ഇത് മണ്ണാണേ. മണ്ണുണ്ടാക്കിയ മരം വെച്ചിട്ട് മണ്ണ് വെച്ച് ഇങ്ങനെ തേച്ച് കൊള്ളാലോ അല്ലേ? കുറച്ച്. എത്ര ദിവസം എടുത്തു? 2 ദിവസം. 2 ദിവസം കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട്. 2 ദിവസം ഉണ്ടായി. 2 ദിവസം കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഞാനും സൽമന്റെ വണ്ടി താഴെ കണ്ടില്ലേ? അവിടെ വണ്ടിയുണ്ട്. വണ്ടി കണ്ടോണ്ട് ഇങ്ങോട്ട് വന്നത്. നിങ്ങളെ വണ്ടിയാണ് കണ്ടത്. പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോ അവിടെ വണ്ടി സൽമ അപ്പുറത്തുണ്ട്, എന്നെ കൊണ്ടുവരണം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങക്ക് കട്ടൻ കാപ്പി ഉണ്ടേ? കട്ടൻ കാപ്പി വേണം. ഞാനിപ്പോ ഒരു മിനിങ്ങ് ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിഷ്വൽസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കായിരുന്നു. അന്നേരം നിങ്ങൾക്ക് കയറി വന്നത്. ഞാൻ എന്തായാലും ഫുഡിന്റെ പരിപാടി നോക്കട്ടെ. ഇരിക്കാന് ഞാൻ സ്റ്റൂളൊന്നും എടുത്തില്ല. ഞാനൊന്നും എടുത്തിട്ടില്ല. എന്റെ സ്റ്റൂളൊന്നും ഇല്ല. എന്റെ ബാഗ് അങ്ങ് വെച്ചിട്ടാ വന്നത്. എന്താ ചെയ്യാ തൽക്കാലം? ഞാൻ ഈ മണ്ണിലൊക്കെ തന്നെ ഇരുന്നത് 2 ദിവസം. അങ്ങേ സൈഡില് ഈ ഭാഗില്ലേ, പാറിന്റെ സൈഡ്, കല്ലില്ലേ, കരിങ്കല്ല്, അതെടുത്തോണ്ട് വന്നതാ. അത് ഞാൻ വരണോ? വേണ്ട, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് ഞാനപ്പോഴത്തേക്കേ ഫുഡിനുള്ള പരിപാടി നോക്കാം. അപ്പൊ ഞാൻ ടോർച്ച് എടുത്തിട്ട് പോയിട്ടോ. നോക്കി പോണം, ലൈറ്റ് അടിച്ച്. നമ്മളെ സൽമ ഉണ്ടാവും കേട്ടോ അപ്പുറത്ത്. അവിടെ ഉണ്ടോ? അതിന്റെ പുറകില്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ പെട്ടെന്ന് മുന്നിൽ ചാടുമ്പോ പേടിക്കണ്ടെന്ന്. ഞാനെന്നാ ഫുഡിനുള്ള പരിപാടി നോക്കട്ടെ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ടേ നോക്കിട്ടോ. കരിങ്കല്ല് എടുത്തിട്ട് വരാം. പോയിട്ടോ. നമ്മളിന്ന് ചിക്കനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചിക്കൻ ചൂടാൻ ഇനി വിറക് കുറച്ചുകൂടി പെറുക്കിയിട്ട് വരേണ്ടി വരും.
നമ്മളെ ഇരിക്കുന്ന സ്റ്റൂള് നമ്മുടെ സൽമയുടെ വണ്ടിയിലുണ്ട്, പക്ഷെ ഞാനത് കൊണ്ടുവരാൻ വിട്ടുപോയി. അത്രയ്ക്കങ്ങ് ആലോചിച്ചതുമില്ല. ആകെ അപ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റായി. ഇനി കുറച്ച് മസാല ഒക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. ആദ്യം ഇതിനൊരു വര ഇങ്ങനെ ഇടാം അല്ലേ. ആദ്യം ഉപ്പ് കുറവാണല്ലോ, മതിയില്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ സോയാ സോസ്, ഇനി നമ്മുടെ ചില്ലി സോസ്, ഇനി നമ്മുടെ ടൊമാറ്റോ സോസ്, ഇനി നമ്മുടെ ഗാർലിക്ക്, അപ്പൊ നമ്മുടെ ഞാനേ ആ ഭാഗത്ത് പോയപ്പോ പിന്നിലുള്ള കാടില്ലേ, അതിന്റെ അകത്തുനിന്ന് ഒരു കണ്ണിന്റെ തിളക്കം. എവിടെ? ഒരു സംശയം കേട്ടോ. എവിടെയാണ്? നിങ്ങൾ കുതിരനെ കിട്ടിയില്ലേ സിനിമയുടെ, അതിന്റെ നേരെ മുന്നിൽ. അല്ലാ, എന്താണത്? ഞാൻ കുറച്ചേരം അവിടെ തന്നെ നിന്ന് കൊറേ നേരം അതിന്റെ മുഖത്തേക്ക്. എന്ത് സാധനം കണ്ടോ? സാധനം കണ്ടെന്ന് പറഞ്ഞാൽ 2 കണ്ണ് അവിടെ പതുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അല്ലാ, കടുവ പുലി വല്ലതും ആണോ? ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിവിടെ ഇരിക്കട്ടല്ലേ? അവിടെ ഇരിക്കട്ടെ. നമുക്ക് വേഗം കുതിരനെ അവിടെ നയിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതാണ് അവിടെ നിൽക്കുന്നത്. അത്ര പന്തിയുടെ അല്ലോ, എന്താ പറ്റി? ഞാൻ നേരത്തെ അഴിച്ചോണ്ട് വരുന്നത്, പിന്നെ നിങ്ങളെ ഇവിടെ ഇരുന്നോണ്ടാണ്. പിന്നെ നമുക്ക് വേഗം പോയിട്ട് ആ കുതിരനെ ഇങ്ങോട്ട് അയച്ചു കൊണ്ടുവരാം. ഓക്കെ ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടല്ലേ? ഇത് വന്നിട്ട് ചെയ്യേ. സൽമയല്ല അത്. പിന്നെ ഞാൻ അവിടെ എന്താണ് സാധനം? എന്താന്ന് സാധനത്തിനെ കണ്ട? സാധനത്തിന് കാണാൻ പറ്റുന്നില്ല. നടക്ക്, അതിനെ അയച്ചോണ്ട് വരും. ഞാൻ കാണിച്ചുതരാം. ഇവിടെ കാണിച്ചു. അവിടെ നിർത്തിയ പ്രശ്നമാണ്. എന്തായാലും അവിടെ നിന്ന് മാറ്റിയത് നന്നായില്ലേ? ഇവിടെ തന്നെ ഇട്ടില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ 6 മണിയാകുമ്പോൾ ഇവിടെ കൊണ്ടുവരുന്നതായിരുന്നു. പിന്നെ ഞാനിപ്പോ നിങ്ങൾ വന്നോണ്ട് സമയം പോയതാ. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കണ്ടാ നന്നായി. അതാ, എന്താ അറിയോ, ഈ ഏരിയയിലേ ഈ പുലി ഉള്ളതാണ്. ഒരു പുലി സ്ഥിരമായിട്ടുള്ളതാണ് ഇവിടെ. ഈ ഭാഗത്തൊക്കെ ഉണ്ട്. എന്നാ ഇപ്പൊ ഒരു സമാധാനായില്ലേ? നമ്മുടെ ചിക്കനെ റെഡി ആക്കട്ടെ. ഞാൻ പകുതി ഇതാക്കിയിട്ട് പോയതാ, പേടിച്ചിട്ട് പോയതാ. സ്റ്റൂള് ഞാനും എടുത്തില്ല. കുഴപ്പമില്ലല്ലേ? ഇല്ല, കുഴപ്പമില്ല. എല്ലാരും ഇപ്പൊ കാട്ടിലൊക്കെ പോകുമ്പോ സ്റ്റൂൾ എടുത്തിട്ട് ആരെയും പോവും അല്ലേ? അവിടെ ഉള്ള സാധനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? അതെ. ഇതിപ്പോ സെറ്റായില്ലേ മസാല? പിന്നെ മതിയല്ലോ അല്ലേ? എന്നാലും ഞാൻ ഈ ഒരു വീടുണ്ടാക്കിയതിന് ഞാൻ സമ്മതിച്ചേട്ടാ നിങ്ങളെ. ഒരു തീടേണ്ടി വരും കേട്ടോ. തീട എന്താന്നറിയോ? അല്ല, എന്തായാലും ഇതിപ്പോ ചൂടണമെങ്കിൽ തീയിടണ്ടേ? ഇതിന്റെ എൻഡല്ലേ, ഏത് ഈ ഒരു ഭാഗം. അപ്പൊ ഈ എൻഡില് എന്തെങ്കിലും ഈ പുലിയോ നരിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് നമുക്ക് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല. ഇതിനകത്ത് ട്രാപ്പായി പോകും. സെറ്റാക്കാം നമുക്ക്. തീട കഴിഞ്ഞാൽ അതിങ്ങോട്ട് അടുക്കില്ല. നമുക്കിപ്പോഴേ ഈ ചിക്കൻ ചൂടാനുള്ള തീ എവിടെ ഇടുക? ചിക്കൻ ചൂടാൻ ഇവിടെ തന്നെ നിങ്ങൾ അടുപ്പ് കൂട്ടിയില്ലേ, അതിനകത്ത് ആ സൈഡിൽ തന്നെ ഇടാം. അപ്പൊ സ്മോക്ക് ഉള്ളോട്ട് ഇവിടെ ഇടാം അല്ലേ? സ്മോക്ക് ഉള്ളിലേക്ക് കയറുമോ? അത് ഇവിടെ ഇടണോ? കുറച്ച് അവിടെ ഇട്ടോ. അതല്ല നമുക്ക് തീന് കുറച്ചുകൂടി വിറക് എടുക്കേണ്ടി വരും. വിറകേണ്ടി വരും അല്ലേ? അന്ന് കയറിയ പോലെ വല്ല മരവും കയറേണ്ടി വരും തോന്നുന്നു. അല്ല, ഇങ്ങോട്ട് പോകുന്ന റിസ്ക് അല്ലേ അവിടെ. ഇപ്പം എന്തായാലും അത് പിന്നെ പുലിയാന്നുള്ള കാര്യം എനിക്ക് ഇവിടെ ഉണ്ടാവും. 80% സാധനം ഉണ്ടാവും. എന്താ പറയാ, കടുവല്ല. കടുവയാണെങ്കിൽ ഇപ്പൊ എന്നെ കൊണ്ടുപോയിട്ടുണ്ടാവും. പുലിയെ ഞങ്ങളൊന്ന് പേടിക്കുവേ. കടുവ പേടിക്കില്ല. ഇല്ലല്ലേ? കടുവ പേടിക്കില്ല. കടുവ അപ്പടി ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യും. പുലിയാണെങ്കിൽ കുറച്ച് ഷൈയാ. എന്നാലും ഇപ്പൊ ഈ വയനാട്ടിൽ ഇപ്പം 2-3 ദിവസം കൊണ്ട് കേട്ടില്ലേ, കടുവ ട്രാപ്പായി. ട്രാപ്പായതല്ല, ഒരു മനുഷ്യനെ കടിച്ച്. മനുഷ്യനെ കടിച്ച് കടുവനെ പിടിച്ചല്ല. അത് പിടിച്ചില്ലേ? അത് ഇന്ന് ന്യൂസിലുണ്ടായല്ലോ.
അപ്പൊ ആ കടുവ ഇങ്ങോട്ടപ്പാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ അതാണ്. മണ്ണെണ്ണ വിളക്ക് സെറ്റപ്പ് ആക്കിയല്ലേ? അത് നിങ്ങളത് കണ്ടിട്ടാ, നിങ്ങളുടെ കോപ്പിയാണ് ഈ മണ്ണെണ്ണ വിളക്ക്. അതെയാ? അല്ലാണ്ട് ഇത്രയും നാളായിട്ട് ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാനിത് ഉപയോഗിച്ചില്ല. അപ്പൊ നിങ്ങളത് കണ്ടപ്പോ അതൊരു നാച്ചുറൽ ഫീൽ കിട്ടുന്നുണ്ട്. അതെ, കത്തട്ടല്ലേ, നമുക്ക് കമ്പെടുത്തിട്ട് വന്നാലോ? സൽമ കിടന്നോ? കുട്ടി നല്ല കുതിരയല്ലേ ഇത്? ഇത് ഈ സൈസിന് അതിന് പോണിക്കുതിര എന്ന് പറയും. തീ നല്ല സെറ്റായിട്ടോ. ഇനി കമ്പൊന്ന് കഴിയട്ടെ. പിന്നെ കുളിപ്പിക്കാറുണ്ടോ? പിന്നെ കുളിപ്പിക്കൂലേ? ആ ഡെയിലി ഇല്ല, ഇപ്പൊ തണുപ്പല്ലേ. ആ എണ്ണ തേക്കും, എണ്ണ തേച്ച് അതിന്റെ മുടിയൊക്കെ ചീവി കൊടുത്ത് അങ്ങനെ. ഇതാണ് നമ്മുടെ മുളങ്കമ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. മുളയുടെ കമ്പിലാണ്, നമ്മളിന്ന് ഗ്രില്ലൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ മുളയുടെ കമ്പിൽ കുത്തിയിട്ടാണ് നമ്മുടെ ചിക്കൻ വെക്കണത്. സാറേ ഞാൻ മുളങ്കമ്പിൽ കുത്തട്ടെ? കുത്തിക്കോ. ഞാൻ നീ കുതിര ഒന്ന് നോക്കി ഇങ്ങനെ. കുതിര എന്ന് പറയരുതിട്ടാ, എന്റെ പേര് സൽമയല്ലേ? ഒന്നാമത് സൽമാൻ എന്റെ ഉമ്മാന്റെ പേരാ. അത് ശരി, വിളിക്കുമ്പോ എനിക്കൊരു ചമ്മല്, ഒരു പേടി. അതെ, എനിക്ക് കുതിര എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. അതെയാ? ഓക്കെ, ഇനി മുതലേ സൽമാൻ വിളിക്കാം. സൽമാ ഒന്ന് റെഡിയായി. റെഡിയായില്ലേ? അടുത്തത് ഇത് ചുടുമ്പലത്തേക്ക് തീ കെട്ടുവോ? ഇല്ല, കനലാവട്ടെ, കുറച്ച് കനലാവണ്ടേ. 2 അന്ന് ചുട്ട മാതിരി കരിയാതെ നോക്കണം കേട്ടോ. അത് സാറ് നോക്കിയാൽ മതി എങ്ങനെ വെച്ചാൽ. അല്ല, ഈ തീ ഓഫായിട്ട് വേണം ഇടാനല്ലേ? അത് കനലിലിടണം. ഓക്കെ, സെറ്റായില്ലേ? ഓ കനലായിക്കോളൂ അല്ലേ? കുറേശ്ശെ വെച്ച് കൊടുക്കട്ടെ? വെച്ചോ. പക്ഷെ ഈ ഫ്ലെയിം പോണം, എന്നാലാ വെക്കാൻ പാടുള്ളൂ. എന്താണെന്നറിയാം, ആ ഫ്ലെയിം കൊണ്ട് ചിക്കൻ കരിഞ്ഞു. ഈ സൈഡിലെങ്ങനെ വെറുതെ അങ്ങനെ കുറച്ച് മസാലൊക്കെ ഫുള്ള് കരിഞ്ഞിട്ട് ടേസ്റ്റ്. കനലാകാനുള്ള വിറകില്ല മാഷത്. എന്നാലും പിന്നെ അത് നോക്ക്, ഉള്ളപോലെ ട്രൈ ചെയ്യാമോ? അല്ല പറയാ, എന്താ ചെയ്യണ്ടേ? അല്ല, ഫ്ലെയിം ഒന്ന് കുറച്ചൊന്ന് കുറയണം. അപ്പോൾ കുറച്ച് കഴിയട്ടല്ലേ? കുറച്ച് കഴിയട്ടെ. എന്നിട്ട് ആ കനലിൽ വെച്ച് കൊടുക്കാൻ. ശരി, നിങ്ങൾ പറയണ മാതിരി. നിങ്ങളിപ്പോൾ നമ്മളെ ഗസ്റ്റാണ്. അല്ല, ഞാൻ പറയുന്നല്ല, ഞാൻ എൻ്റെ ലോജിക്ക് പറഞ്ഞതാണ്. ആയിക്കോളൂ അല്ലേ? തീ ഒന്ന് കിടത്തല്ലേ? ഒന്നുകൂടി കനലാവട്ടെ അല്ലേ? ഇതൊന്ന് കുറച്ചൊന്ന് ഫ്ലെയിം. പിന്നെ നിങ്ങൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ടല്ലേ പോളൂ? അല്ല, എനിക്ക് രാവിലെ 5 മണിക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. അല്ല, വയനാട്ടിൽ നിന്ന് ന്യൂ ഇയർ കഴിഞ്ഞിട്ടല്ലേ പോളൂ? വയനാട്ടൊന്ന്. ഇപ്പൊ രാവിലെ 5 മണിക്ക് എവിടെ പോകണം? അല്ല, എനിക്കൊന്ന് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. ഇവിടുന്ന് രാവിലെ 5 മണിക്ക്? രാവിലെ ഇവിടെ നിന്നാ നടക്കില്ല എനിക്ക്. അതാണ് ഞാൻ ഇന്ന് പോകേണ്ട പരിപാടിയായിരുന്നു. അല്ല, ഇന്നിപ്പോ ഇവിടെ കിടക്കല്ലേ? ഇന്നിവിടെ കിടക്കും. ഇന്നിവിടെ കടന്നിട്ട് ഒരു 8 മണിക്കൊക്കെ അവിടെ എത്തണം എനിക്ക്. അതല്ലേ? അപ്പൊ 5 മണിക്ക് ഇവിടെ ഒന്ന് വിട്ടാലാ? പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ വെളുപ്പിന് 5 മണിക്കാ? 5 മണിക്ക്. ഞാൻ ഇവിടെ നിക്കാൻ പ്ലാൻ ചെയ്തതല്ല. അത് ശരി. അപ്പൊ നിങ്ങളെ കിട്ടിയത് കൊണ്ട് മാത്രം നിങ്ങൾ ഫോൺ എടുത്തില്ലേ, അപ്പോഴാണ് ഞാൻ പ്ലാൻ മാറ്റിയത്. ശരി. അപ്പൊ ന്യൂ ഇയറിന് അപ്പൊ നിങ്ങളിപ്പോ ഇനിയിപ്പോ പോയിട്ട് എന്താ വരിക? പോയിട്ട് എന്റെ ആ പണി കഴിഞ്ഞാല് ഉടനെ ഞാൻ നിങ്ങളെ കോൾ ചെയ്യാം. നിങ്ങൾ ഇതേപോലെ ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കരുത് കേട്ടോ. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം അല്ലേ? നമ്മള് ചിലപ്പോ വീഡിയോ എടുക്കുന്ന സമയമാകുമ്പോ മനസ്സിലായി, എന്താ വെച്ചാൽ ഇങ്ങനെ ബെല്ലടിച്ചോണ്ടിരിക്കും, പിന്നെ മെസ്സേജിന്റെ സൗണ്ട് ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്. ചിലപ്പോ സൈലന്റ് ആക്കി വെക്കും. എന്തായാലും ഇന്ന് ഇവിടെ വന്ന് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റിയല്ലോ. എന്നിട്ട് ന്യൂ ഇയറിന് എന്തായാലും എനിക്ക് പ്ലാൻ ഉണ്ട്. അതല്ലേ? ഞാൻ എന്തായാലും ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട്, എന്താ വെച്ചാൽ ഞാൻ ക്രിസ്മസിന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ന്യൂ ഇയറിനെങ്കിലും അപ്ലോഡ് ചെയ്യണ്ടേ. എനിക്ക് ബത്തേരിയിൽ ഒന്ന് പോകണം. ബത്തേരിയിൽ ഒരാളെ കാണാനുണ്ട്. അവരെ കണ്ടിട്ട് അതിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി. ഇനി ഇടാ കേട്ടാ. ഫ്ലെയിം കുറഞ്ഞില്ലേ? ഓ മതിയില്ലേ? മതി വെക്കട്ടെ? വെച്ചോ. പക്ഷെ അത് കുറച്ച് ഹൈറ്റിൽ വെക്കണം കേട്ടോ. ഫ്ലെയിമിൽ ഡയറക്റ്റ് വെക്കണ്ട. ഹൈറ്റിൽ വെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റിൽ എങ്ങനെ വെക്കുക? ഇതിപ്പോ അവിടെ കമ്പില്ലല്ലോ. ഈ കനലിൽ എങ്ങനെ വെച്ച് മറിച്ചിട്ടാ പോരെ? അല്ല, അതിൽ വെച്ച് കഴിഞ്ഞാലേ അത് കരിയാൻ സാധ്യത. കരിയാതെ ഞാൻ എടുത്തരേ.
അല്ല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കരിയാതെ ഞാൻ എടുത്ത് തരാന്ന്. അങ്ങനെയാണോ? ഓക്കെ. എല്ലാത്തൊരു ഇടങ്ങാറാണ്. പിന്നെ എനിക്കെന്ത് പ്രശ്നം? ഞാനിത് വെച്ചിട്ട് എവിടെയെങ്കിലും കരിഞ്ഞ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളല്ല, അത് കറക്റ്റ് ആട്ടാ. നിങ്ങളെ അന്ന് ഉണ്ടാക്കിയ ഫുഡൊക്കെ അത് തള്ളാണല്ലോ. അല്ലേ? തള്ളല്ല, സത്യമായിട്ട് പറയാം അല്ലേ? ആ ഫ്ലെയിമിന് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഞാനിങ്ങനെ മറിച്ചും തിരിച്ചു വെച്ചിട്ടേ. ഭയങ്കര പുക കണ്ണിനടിക്കുന്നല്ലേ? കരിഞ്ഞത് ഇല്ല, കരിഞ്ഞിട്ട് ഞാൻ കഴിക്കൂല. ഇല്ലല്ലേ, കരിഞ്ഞിട്ടില്ലേ. നിങ്ങൾക്ക് നമ്മള് സെറ്റ് ആക്കിയിട്ട് തരൂലേ? ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞ കേട്ടാ, ഞാൻ കഴിക്കും. നിങ്ങൾ ഉണ്ടാക്കിയ അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇല്ലല്ലേ? കരിയൊന്നുമില്ല, ചെറുതായിട്ട് പുറത്തുണ്ടാവും. പുറത്തുള്ള അതൊന്നും ഇതാക്കിയാൽ മതി, അല്ലെ? കളഞ്ഞാൽ മതി. പുറത്ത് കുറച്ച് കരിഞ്ഞാലേ ഉള്ളു വേവുള്ളൂ. പുറത്ത് കരിഞ്ഞാലേ ഉള്ളു വേവുള്ളൂ. പക്ഷെ നമ്മുടെ സിസ്റ്റം അതായോണ്ടേ കുഴപ്പമില്ലല്ലോ. സാറിന് ഞാൻ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട് കേട്ടോ. ഇതാ പൈനാപ്പിളാ, ഇതാ ഓറഞ്ച്, ഇതാ ഡ്രാഗൺ ഫ്രൂട്ട്, ആപ്പിള്, ഇതാ നാരങ്ങ, ഓറഞ്ച്, എല്ലാ സാധനവും ഉണ്ട്. ഇത് നിങ്ങൾ ഒറ്റക്ക് അടിക്കേണ്ട പരിപാടിയായിരുന്നല്ലേ? ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ച് വന്നോണ്ടല്ലേ? അല്ല, നിങ്ങൾ വിളിച്ചില്ലേ? വിളിച്ചപ്പോ അറേഞ്ച് ചെയ്താണ്. അതെപ്പോ ആണ് സതീശനെ വിട്ടിട്ട്. സതീശൻ വന്നിരുന്നോ? സതീശൻ സാധനമൊക്കെ കൊണ്ടു തന്നിട്ട് പോയതല്ലേ. ഓ, ഇപ്പോഴെല്ലാവരും 3 മണിയൊക്കെ ആയപ്പോഴേ ഞാൻ വെച്ച് നിങ്ങൾ ഒറ്റക്ക് അടിക്കാൻ വന്നപ്പോ. അല്ലല്ല, ഇത്രയും ഞാൻ ഒറ്റക്ക് തന്നെയല്ലോ. നന്നായിട്ടുണ്ടാ ഡ്രാഗൺ ഫ്രൂട്ട്. ഇവിടെ ഇതിന്റെ കൃഷി ഉണ്ടാ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അവിടെ അടുത്തൊന്നുമില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ആ ഫാമിലൊക്കെ ഉണ്ട്. ഫാമില്ലേ? ഫാം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ. കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു 2-3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ ഇത്? എനിക്കറിയില്ല, ഞാനങ്ങനെ കഴിച്ചിട്ടില്ല. ഞാനിത് നിങ്ങൾ വരികയെന്ന് പറഞ്ഞോണ്ട് മേടിച്ചാ. ഇപ്പൊ കട്ട് ചെയ്യണ്ടേ? കൈമുറി നോക്കണേ. സാധനം അടിപൊളിയാട്ടാ. ഇത് അടർത്തി എടുക്കുന്നതാണ്. ഇതാ നോക്ക്. ഓ, ഇതിങ്ങനെ അടർത്തി എടുക്കാൻ മതി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ലൈറ്റ് മധുരവും ഒന്നാമത് തണുപ്പായതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ചിക്കൻ റെഡിയായ? ഇതിനകത്ത് ചെറിയൊരു അരിയുണ്ട്. ഇതിന്റെ വിത്ത് എങ്ങനെയാ? ഞങ്ങൾ ഇതിന്റെ തൈ മേടിക്കാൻ കിട്ടും, ഒരു കമ്പ. അല്ല, എന്നാലും ഇത് വിത്ത് ഉണ്ടാവില്ലേ? കമ്പ് എന്ന് പറഞ്ഞാലേ കള്ളിമുളിച്ചെടിയില്ലേ, എന്റെ വീട്ടിലൊക്കെ ഉണ്ട്. അതെയാ? ഇതിന്റെ തൊലി ഉണക്കും. ഇതാ എന്നിട്ട് എന്ത് ചെയ്യും? എന്തോ മരുന്നിന് ഉപയോഗിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ? പക്ഷേ 2 റൗണ്ട് മേടിച്ചാൽ മതി. പക്ഷെ ഇതിന് പൈസ കൂടുതലല്ല. ഇതിപ്പോ ഈ ഒരെണ്ണത്തിന് 90 രൂപ. ഒരെണ്ണത്തിന് 90? കിലോ കണക്കിനല്ല. ഈ ഒരെണ്ണം തൂക്കാൻ പറഞ്ഞപ്പോ അതിന് 90 രൂപ അയാൾ മേടിച്ചു. അയ്യോ, അപ്പൊ ഒന്ന് മതി. നമുക്കിത് ചെത്തിയാലോ? അത് നിങ്ങളെ എത്തണം, എനിക്കറിയില്ല. ചെത്തട്ടെ? ഇവിടെ മാറ്റി ചെത്തണം അല്ലേ? സൽമന്റെ പാത്രത്തിൽ ചെത്തല്ലേ? അതാകുമ്പോ അതിന് ഭക്ഷണമായി. അതും കൊടുത്താൽ മതി. അതിന് അത് തിന്നൂല. അത് എന്താ അറിയില്ല, തിന്നോന്നറിയില്ല. ഈ കത്തി ശ്രദ്ധിക്കണം. നിങ്ങളെ കൈ നേരത്തെ മറ്റേ കമ്പ് കട്ട് ചെയ്യുമ്പോ ഇത് വളയ. അതെയാ? എന്റെ നൈഫ് അങ്ങ് ബാഗിലല്ലേ ഉള്ളത്, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് നിക്കണം എന്ന് വിചാരിച്ചതേ അല്ല കേട്ടാ. ഇവിടെ ഞാൻ ഒന്നാമത് എനിക്ക് പോകണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങളുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ഇവിടെ ക്യാമ്പ് ചെയ്താ. ഞാൻ ക്യാമ്പ് എന്തായാലും ചെയ്യൂ, പക്ഷെ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. ഇന്ന് പോകാമായിരുന്നോ? അതെ. നിങ്ങള് ഇവിടെ ഇനി നിക്കോ? നിങ്ങൾ ഇന്ന് അല്ല നാളെ നിക്കോ ഇവിടെ? നാളെ ഞാൻ സൽമനെ കൊണ്ട് പോകണം. അതെയാ? എന്താ വെച്ചാല് സൽമയ്ക്ക് ഒരു റെസ്റ്റ് കൊടുത്തിട്ടേ. അല്ല, അപ്പൊ നിങ്ങൾ എങ്ങനെ പോകും? സൽമന്റെ വണ്ടി ഉണ്ട്. മറ്റേ വണ്ടിയിൽ. അപ്പൊ നിങ്ങള് ബൈക്കില്, സ്കൂട്ടറില്? അല്ലേ, ഞാൻ സൽമന്റെ വണ്ടിയിൽ കയറിയിരിക്കും. അങ്ങനെയല്ലേ പോണേ? ഓഹോ.
അങ്ങനെയുണ്ട് സെറ്റല്ലേ? ചെറിയ ആദ്യം വിചാരിച്ച പച്ചതാട്ടാ, ചെറിയ മധുരേ ഉള്ളൂ. ചെറിയ മധുരം പക്ഷെ നല്ല. പക്ഷെ ഞാൻ ഇത് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് പൈനാപ്പിൾ. എന്നാ നല്ലോണം തിന്നോളി. ഞാൻ ഫുള്ള് തിന്നു, മൊത്തം തിന്നട്ടെ. അപ്പൊ ചിക്കൻ ആയിരുന്നു അതും തിന്നു. വരണ്ടില്ലായിരുന്നു. മധുരണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തള്ളല്ലോ അല്ലല്ലോ. പൈനാപ്പിൾ മൊത്തം ഞാൻ തിന്നു. കഴിച്ചോളൂ. ഇതാ ഇത് ഇവിടെ വെക്കാം. ഇത് ഓറഞ്ച്. ഇപ്പൊ ചിക്കനോ? അതും തിന്നു. ഇതിപ്പോ ഇങ്ങനെ അങ്ങ് എടുത്ത് തിന്നല്ലേ? ഓ മോനെ, ഇതൊക്കെ നന്നായിട്ട് മറക്കായില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ചിക്കൻ ഞാൻ തിന്നിട്ടില്ല. മസാല ഉള്ളിലേക്ക് കയറി. അതല്ലേ ഞാൻ പറഞ്ഞത്. മസാല അകത്തേക്ക് നന്നായിട്ട് ഇത് അബ്സോർബ് ചെയ്ത കേട്ടോ. ഇവിടെ അങ്ങനെ മുറിച്ചുകൊണ്ടായിരിക്കും. ഫുഡ് മീൽസ് കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം കേട്ടോ ഫ്രൂട്ട്സ്. ഇതാ പൈനാപ്പിൾ ഉണ്ട്. അല്ല അങ്ങനല്ല, ഞാൻ പറയാം, ഫ്രൂട്ട്സ് മുമ്പാണ് കഴിക്കേണ്ടത്. നമ്മൾ സാധാരണ എങ്ങനെ കഴിക്കാം? ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലേ, ഫ്രൂട്ട്സ് ആണ് ആദ്യം ദഹിക്കേണ്ടത്. അപ്പോൾ ഫ്രൂട്ട്സിന് ആദ്യം വിട്ടിട്ടില്ലെങ്കിൽ ഇത് പോയിട്ട് വയറ്റിൽ നിന്നിട്ട് ഫ്രൂട്ട്സിനെ ദഹിപ്പിക്കും ആദ്യം. അപ്പോൾ ഇതാടെ സ്റ്റക്കാവും. അപ്പോൾ ദനക്കേട് വരും. ആദ്യം ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്യും, പിന്നെ ബാക്കിലുള്ള ദഹിക്കുകയും ചെയ്യും. അതറിയില്ല, അടുത്ത ട്രിപ്പിന് ഞാൻ അങ്ങനെ അതറിയില്ല. അങ്ങനെയുണ്ട്. നിങ്ങൾ ചോദിച്ചോ, ആരോടും ചോദിച്ചോ. ഒന്നൊരു ഇവിടെ വെക്കട്ടെ. എന്താ വന്നില്ല? എന്തോ ഒന്നുകൂടി ഡ്രൈ ആക്കാം. പക്ഷെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എന്താ പറയാ, കുറച്ചിങ്ങനെ നനവുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല. നനവുള്ള ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഗ്ലാസ് അവിടെ. കാപ്പി കുടിക്കണ്ടേ? കാപ്പി ഞാൻ ഗ്ലാസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ഗ്ലാസ് എന്തിനാ? അതെ, അടിപൊളി കാപ്പി, കനൽ കാപ്പി സെറ്റ്. തണുപ്പുണ്ടല്ലേ? നല്ല തണുപ്പ് കേട്ടോ. ഞാൻ ഒന്ന് കുറച്ച് ആക്ക് പോയിരുന്നാലോ? എന്താ അറിയോ, ജലദോഷം പിടിച്ചിട്ട് തുമ്മൽ വരിക. ഒരു നാത്തിരുന്നോ? എന്നിട്ട് കുറച്ച് കാപ്പി കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം കാപ്പി. അപ്പൊ ഇത് വേസ്റ്റ് സൽമ കൊടുക്കാം അല്ലേ? ഇതിന്റെ ഇതൊക്കെ സെറ്റ് ആയിക്കോളാം. എന്നിട്ട് ഞാൻ അകത്തേക്ക് വരാം. ഓക്കെ. ഞാൻ കുറച്ചേരേ ഈ കല്ലും മരിക്കട്ടെ കേട്ടോ. അകത്ത് കയറിയ തണുപ്പ് എനിക്ക് കൂടുതലടിക്കും. സ്റ്റൂള് കൊണ്ടുവന്നാൽ മതിയിരുന്നു അല്ലേ? സ്റ്റൂളല്ലേ? ഒന്നാമത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ എന്റെ ആ ബാഗൊക്കെ അവിടെ ഉണ്ടായി, വീട്ടിലല്ല. സാല നല്ല തണുപ്പുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ അല്ലേ? ആശാൻ ഉറങ്ങിയ? വിളക്കിലെ എണ്ണ കുറവാണ്, അതുകൊണ്ടാണ് ഇത് കെട്ടുകൂടാ, അല്ലെങ്കിൽ ഇത് കത്തിച്ചൊക്കെ ആയിരുന്നു. ഉറങ്ങിയാ? ഇല്ല, ഞാനേ സമയം 12:45. കിടന്നോ. അലാറം വെച്ചോട്ടാ. 5 മണിക്കോ 5:30 എപ്പോഴാണ് വെച്ചോ. ഞാൻ സൽമയ്ക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ട് ഞാൻ കയറി വരാം. കിടന്നോ. ഇടന്നട്ടോ. ഇടന്നട്ടോ. ഇടന്നോ കേട്ടാ.
പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ നമ്മുടെ ആള് ഏകദേശമൊക്കെ ഉറങ്ങി, രാവിലെ എഴുന്നേറ്റ് പോകണ്ടേ. അപ്പോൾ 5 മണിക്ക് പോകണമെങ്കിൽ അലാറം വെച്ച് തന്നെ എഴുന്നേക്കണം. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് എഴുന്നേക്കാനൊന്നും പറ്റൂല അല്ലേ സൽമ? അപ്പോൾ സൽമയും ഞാനും നാളെ ഇവിടുന്ന് പോവും. നമ്മളെ വീട് ഇതിവിടെ തന്നെ ഉണ്ടെങ്കിൽ, പൊളിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ടും ഒരു ദിവസം വീണ്ടും വരുമല്ലേടി? വരില്ലേ? അപ്പോൾ പൊളിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഒരു ദിവസം വരും. പിന്നെ ഞങ്ങൾ മിക്കവാറും നാളെ തന്നെ പോവാം അല്ലേ? ആന്ന് പറയും. സൽമൻ്റെ ക്ഷീണമൊക്കെ മാറി. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു ചെറിയ ക്ഷീണം ഉണ്ടാവും, അത് പിന്നെ അങ്ങോട്ട് മാറിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ പുള്ളിയുടെ കൂടെ നമുക്ക് ഒരു ക്യാമ്പിംഗ് വീഡിയോ ചെയ്യണം ന്യൂ ഇയറിന്. എന്തായാലും ക്രിസ്മസിന് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ന്യൂ ഇയറിനെങ്കിലും ചെയ്യണം അല്ലേ? ന്യൂറിന് പുള്ളി വരാമെന്ന് പറഞ്ഞു. പുള്ളി നാളെ പോയിട്ട് വരും. എന്തായാലും ഞാനും കൂട്ടിൽ കയറട്ടെ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. ഗുഡ് നൈറ്റ് പറയടി. കിടക്കാം ഇവിടെ നിന്ന് കേട്ടോ. ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങിക്കോ. നല്ല തണുപ്പാ. നല്ല തണുപ്പാട്ടാ. ശരിക്കും AC-നെക്കാട്ടി നല്ല ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. കുഴപ്പമില്ലല്ലോ, കിടന്നൂടെ? ഓ പിന്നെന്താ, സെറ്റല്ലേ? പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഇതിലൊക്കെ ആയിരുന്നല്ലേ കിടന്നതല്ലേ? അതെ. അതൊക്കെ ആലോചിക്കുമ്പോ വല്ലാത്തൊരു ഫീല്. പണ്ടൊക്കെ ഇങ്ങനെ തന്നെ അല്ലായിരുന്നു? അതെ, നമ്മളെ വീടൊക്കെ പണ്ട് ഇതേപോലത്തെ ആയിരുന്നു. അതെയാ? ഇതേപോലത്തെ തന്നെ പാറയല്ല, മറ്റേ ഇത് മണ്ണും കൊണ്ട് തേച്ചിട്ട് മേലെ ഓല ഇട്ടല്ലേ? ആദ്യം വൈക്കോലായിരുന്നു എന്റെ ഓർമ്മയില്, വൈക്കോല്, ഈ നെല്ലിന്റെ. അത് കഴിഞ്ഞ് ഓല. ആദ്യം വൈക്കോല്, പിന്നെ എനിക്ക് ഓർമ്മ. അപ്പൊ ആ സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ, വൈദ്യുതി ഒന്നും ഉണ്ടാവില്ല? ഒന്നുമില്ല, മണ്ണെണ്ണ വിളക്ക്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. അപ്പൊ ഉറങ്ങാല്ലേ? അലാറം വെച്ചില്ലേ? അലാറം വെച്ചിട്ടുണ്ട്. ഇനി അലാറം വെക്കാനൊന്നും ഇല്ല. 1:45. അല്ല, എണീക്കൂലേ? എന്താ വെച്ചാ ഇത് തണുപ്പല്ലേ. 5:30 പോയാൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ് എല്ലാവരോടും. അതാ ക്യാമറ ഓൺ ആണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇപ്പൊ രാവിലെ പോകണ്ടതാ. ലൈറ്റ് ഒക്കെ എടുക്കല്ലേ? ഏതാ ഇപ്പൊ ഉറങ്ങിയിട്ടില്ലെങ്കിലേ? അല്ലല്ലോ, ഉറങ്ങിക്കോ. ലൈറ്റ് അങ്ങ് എടുത്ത് വെച്ചാലേ. ഓഫ് ആക്കട്ടെ.